എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി ജിമ്മിൽ പോകാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. ജിമ്മിൽ പോകാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ നമുക്കെല്ലാവർക്കും പല പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് ശരീരഭാരം കുറയ്ക്കണം, മറ്റു ചിലർക്ക് തടി കൂട്ടണം, ചിലർക്ക് മസിൽ കൂട്ടണം, ആരോഗ്യം ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം. ഇങ്ങനെ പല ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിട്ടും പേടിയും സംശയങ്ങളും ഒക്കെ കാരണം മടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. ആദ്യത്തെ കാര്യം, ട്രെയിനറിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പുറമോടി മാത്രം കണ്ട് ജിമ്മിനെ വിലയിരുത്തുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതല്ല പ്രധാനം. ജിമ്മിലെ ട്രെയിനർക്ക് എത്രമാത്രം ആ കാര്യത്തിൽ അവർ ചെയ്യുന്ന വർക്കിൽ അവർക്കൊരു ധാരണ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സർട്ടിഫൈഡ് ട്രെയിനർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. വ്യക്തമായ ധാരണയില്ലാത്ത ഒരാൾ ഗുണത്തേക്കാൾ ഏറെ നമുക്ക് ചിലപ്പോൾ ദോഷമായിരിക്കും വരുത്തി വെക്കുക. രണ്ടാമത്തെ കാര്യമാണ് സ്വയമായിട്ടുള്ള ഒരു തിരിച്ചറിവ്. ജിമ്മിൽ പോകാൻ ഒരുങ്ങുന്ന വ്യക്തിക്ക് സ്വന്തം ശരീരത്തെ പറ്റിയും നമ്മുടെ ഏതൊരാവശ്യം സാധിക്കാനാണ് നാം ജിമ്മിൽ പോകേണ്ടത്, ഇപ്പോൾ മസിലാണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവണോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നാം ജിമ്മിൽ പോകുന്നത്, ആ കാര്യം നടത്തി കിട്ടുന്നതിനനുസരിച്ചുള്ള വ്യായാമങ്ങളും അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികളുമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അല്ലാതെ കാൽമുട്ടുവേദനയും നടുവേദനയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചേരാത്ത എക്സർസൈസുകൾ നമ്മൾ ബലമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. അങ്ങനെ നമ്മുടെ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള യാതൊരു എക്സർസൈസും ചെയ്യരുത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ ശാരീരികമായ അവസ്ഥകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജിമ്മിലെ ട്രെയിനറിനോട് ആദ്യം തന്നെ സംസാരിക്കണം. അതനുസരിച്ചുള്ള വ്യായാമങ്ങൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യമാണ് വ്യക്തി ശുചിത്വം. എവിടെയാണെങ്കിലും വ്യക്തി ശുചിത്വം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വ്യായാമം ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായും ജിമ്മിലുള്ളപ്പോൾ നമ്മൾ ഒരുപാട് വിയർക്കും. അതിനാൽ സ്വന്തമായ ടവലുകൾ, റണ്ണിങ് ഷൂസ്, ഗ്ലൗസ് പോലെയുള്ളവ എപ്പോഴും നമ്മുടെ സ്വന്തമായി കയ്യിൽ കരുതണം. മറ്റുള്ള ആരുടെയും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത കാര്യം, ഏതൊരു എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വാമപ്പ് എക്സർസൈസ് നിർബന്ധമായും ചെയ്യണം. വ്യായാമം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ആദ്യ ആഴ്ചകളിൽ 1 മണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് മതിയാവും. ആദ്യ ദിവസം തന്നെ ആത്മാർത്ഥത കൂടുതലുണ്ടെന്ന് കാണിക്കാൻ അധിക സമയമോ അധികം കഠിനമായ വർക്കൗട്ടുകളോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് ശരീരത്തിന് വിപരീത ഫലം ചെയ്യും. അതുപോലെ തന്നെ ശരീരത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ എല്ലാ എക്സർസൈസും കൂടി നമ്മൾ ഒറ്റയടിക്ക് ചെയ്യരുത്. പതിയെ 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 വ്യായാമം ചെയ്യുന്ന സമയം കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2-3 ദിവസം വാമപ്പ് എക്സർസൈസുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നന്നായി വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ശരീരത്തിലെ ജോയിന്റുകളുടെ ഫ്ലൂയിഡ് ആക്ടിവേറ്റ് ആവാതിരിക്കുകയും പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴുള്ള പോസ്ചർ കൃത്യമായിരിക്കണം. ഏത് തരം വ്യായാമം നമ്മൾ ചെയ്യുമ്പോഴും അത് ചെയ്യുമ്പോഴുള്ള ശരീരത്തിൻ്റെ രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. കാൽ മടക്കുന്നതോ നടുവ് വളയ്ക്കുന്നതോ കൈയുടെ ചലനങ്ങളോ കൃത്യമായ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു തവണ പരിക്കു പറ്റിയാൽ അത് ഭേദമാകാൻ കൂടുതൽ സമയമെടുത്തുന്നിരിക്കും. അതുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ പോസ്ചർ ശരിയായിരിക്കാൻ ശ്രദ്ധിക്കണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ പോസ്ചർ ശരിയായിരിക്കണമെങ്കിൽ അത് പറഞ്ഞു തരാനും തെറ്റിത്തിരുത്തി സഹായിക്കാനും ട്രെയിനർക്ക് അറിവ് വേണം. അതുകൊണ്ടാണ് ശരീരത്തെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും വേണ്ട വ്യായാമങ്ങളെ പറ്റിയും കൃത്യമായ ധാരണയുള്ള ട്രെയിനർ ആയിരിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ്, ശരീരം വേദന. വ്യായാമം ചെയ്യുമ്പോൾ ശരീരവേദന ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് പേടിച്ച് വ്യായാമം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ആരോഗ്യം വേണമെങ്കിൽ വ്യായാമം നിർബന്ധമാണ്. കുറച്ച് ദിവസങ്ങളുടെയോ ഒരാഴ്ചയുടെയോ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിക്കും ഈ പറഞ്ഞ ശരീരം വേദന ഉണ്ടാകും.
അപ്പോൾ തുടർച്ചയായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശരീരവേദന പിന്നീട് ഉണ്ടാകില്ല. എന്ത് വ്യായാമമാണെങ്കിലും വാമപ്പ് ചെയ്യണമെന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ജിമ്മിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും വരുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചിരുന്നത് അതുപോലെ തന്നെ തുടരാം. ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ മുതൽ പതിയെ പതിയെ ഭക്ഷണക്രമത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഉത്തമം. ശരീരത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിൽ ഡയറ്റിന് വലിയ പ്രാധാന്യമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പുതിയ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ ശരീരത്തിന് കുറച്ച് സാവകാശം വേണം. ആ ഒരു സാവകാശം ശരീരത്തിന് കൊടുത്തതിന് ശേഷം മാത്രമേ ഭക്ഷണത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അനുയോജ്യം. നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്ന നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമ്പോഴേക്കും നമ്മുടെ ശരീരം വല്ലാത്തൊരു സ്ട്രെസ്സിലേക്ക് പോകും. നമുക്കും ഒറ്റയടിക്ക് നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് വർക്കൗട്ട് ചെയ്യരുത്, ഒറ്റയടിക്ക് ഭക്ഷണങ്ങളെല്ലാം കൺട്രോൾ ചെയ്യരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഇക്കാര്യങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.